ഈ ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ്. ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗണ്ണ് ഊരാനുള്ളതാണ്. ഇത് നെക്കി കഴിഞ്ഞാൽ ഒരു സൗണ്ടും ഇല്ല. ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളും എന്നെ പൈസ എന്നിട്ടോ പ്രൊമോഷനോ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. അഡ്വഞ്ചർ പ്ലസിലും സ്മാർട്ട് പ്ലസിലും ഉപയോഗിച്ച സോഫ്റ്റ്വെയർ അല്ല പിന്നെ എംബേർഡ് പ്ലസിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഫുൾ ഓപ്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പരാതി ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. നമസ്കാരം, റാഫി മാഷാണ്. ഇപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 5 ന്യൂ ഫേസ് ലിഫ്റ്റ് 2026 5 ഫുൾ ഓപ്ഷൻ വണ്ടിയായ എംബവേർഡ് പ്ലസ് എസ് ആണ്. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് വെച്ചാല് ടാറ്റ സത്യത്തില് ഈ ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ അനുഭവം. ഇതെന്റെ മാത്രമല്ല, എംബവേർഡ് പ്ലസ് എസ് എടുത്ത മിക്കവാറും ആളുകളുടെ അനുഭവം ഇതായിരിക്കും. അതിൽ സംശയമുണ്ട്. ഞാൻ ഈ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് എംബവേർഡ് പ്ലസ് എസ് എടുത്ത ആളുകൾ കമന്റ് ചെയ്യട്ടെ, അതല്ല എങ്കിൽ കമന്റ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ഉറപ്പിക്കാലോ. കാരണം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ചില ഓപ്ഷൻസ് ഇതിൽ മിസ്സിംഗ് ആണ്. എന്നാൽ ഇതിന്റെ താഴെയുള്ള പിന്നെ അഡ്വഞ്ചർ പ്ലസിൽ അല്ലെങ്കിൽ സ്മാർട്ട് പ്ലസിലൊക്കെ ആ ഓപ്ഷൻ ഉണ്ട്. എന്നാൽ ഇതിന്റെ താഴെയുള്ള വണ്ടികളിൽ ഓപ്ഷൻ ഇതിലില്ല, എംബവേർഡിലില്ല. അതിന്റെ അർത്ഥം എന്താ? ഇതാണോ അപ്പൊ ഫുൾ ഓപ്ഷൻ? അതോ ടാറ്റ പറഞ്ഞ ഫുൾ ഓപ്ഷൻ അഡ്വഞ്ചർ പ്ലസ് ആണോ അതോ സ്മാർട്ട് പ്ലസ് ആണോ? അപ്പൊ ഇവിടെ ഏതാണ് ഫുൾ ഓപ്ഷൻ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ടാറ്റ ഈ വണ്ടിക്ക് പണി തന്നിട്ടുള്ളത്. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാനത് വെറുതെ പറയുന്നതല്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ എംബവേർഡ് പ്ലസ് ഉണ്ട്, അഡ്വഞ്ചർ പ്ലസ് ഉണ്ട്, സ്മാർട്ട് പ്ലസ് ഉണ്ട്. ഏകദേശം 180ഓളം പുതിയ 5 EV കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 14 ജില്ലയിലുമുള്ള പുതിയ 5 EV എടുത്ത 180ഓളം ആളുകളുടെ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് ഈ വിവരം ഞാൻ പറയുന്നത്. അല്ലാതെ വെറുതെ എൻ്റെ ഒരു വണ്ടിയുടെ അഭിപ്രായം മാത്രമല്ല ഞാൻ പറയുന്നത്, അത് മനസ്സിലാക്കണം. ഇപ്പം എൻ്റെ വണ്ടിയിൽ ഞാനൊരു ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ, ഇത് എംബവേർഡ് പ്ലസ് എസ് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ ഒരു ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന അറൈവൽ സമയം കാണിക്കും, ടൈം കാണിക്കും, കിലോമീറ്റർ കാണിക്കും. എന്നാൽ ഇതേ സാധനം, ഇതേ സംഭവം, ഇതേ ഗൂഗിൾ മാപ്പ് നിങ്ങളൊരു സ്മാർട്ട് പ്ലസിലോ അഡ്വഞ്ചർ പ്ലസിലോ ഇട്ട് കഴിഞ്ഞാൽ എന്താ കാണിക്കുന്ന അറിയോ? അത് EV ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ, നമ്മളെ ഗൂഗിൾ മാപ്പിൽ EV ഓപ്ഷൻ ഉണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എത്ര ദൂരം പോയാൽ എത്ര പേഴ്സൻറ്റേജ് ബാക്കിയുണ്ട്, തിരിച്ചു വരുമ്പോൾ എത്ര പേഴ്സൻറ്റേജ് ഉണ്ടാവും എന്നുകൂടെ അതിൽ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പർ എബിജോന്റെ വീട്ടിൽ 2 വണ്ടിയുണ്ട്, എംപവേർഡ് പ്ലസും ഉണ്ട്, സ്മാർട്ട് പ്ലസും ഉണ്ട്. നോക്കാം, വ്യത്യാസം കാണിക്കാം. X200 XE phone and I connected to Smart Plus variant. So if you see here, there is a battery percentage we can see. If I click on there, you can see the time of arrival and estimator of arrival there. Okay, same. I can show the dash console also. So this is the same phone which I connected to Smart Plus earlier. So now I connected to Empowered. So if you see here, there is no battery percentage it is showing. If I open this one also, there is no battery percentage. If I click start also, there is no battery percentage there. I click start there. Okay. So ഞങ്ങളുടെ അറിവില്ലായ്മയാണോ സെറ്റിംഗ്സ് എന്നൊരു പ്രശ്നമാണെങ്കിൽ പറയട്ടെ, കമന്റ് ചെയ്യട്ടെ, ടാറ്റ കമന്റ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ടാറ്റ പറയട്ടെ നിങ്ങൾ സെറ്റിംഗ്സിൽ ഇന്ന മാറ്റം വരുത്തി കിട്ടുമെന്ന്. ഞങ്ങൾ പലതും നോക്കി, കിട്ടുന്നില്ല. സെയിം മൊബൈല്, ഒരേ മൊബൈല് എംബേർഡ് പ്ലസിലും സ്മാർട്ട് പ്ലസിലും അല്ലെങ്കിൽ അഡ്വഞ്ചർ പ്ലസിലും കണക്ട് ചെയ്താൽ വരുന്നത് 2 തരത്തിൽ. അതിൽ എന്തെല്ലാം വരുന്നു? EVയുടെ പിന്നെ ബാറ്ററി പേഴ്സൻറ്റേജ് വരുന്നു. ഇനി അത് മാത്രമല്ല, ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ലേ ഔട്ട് കാണാൻ സ്മാർട്ട് പ്ലസിന്റെയും അഡ്വഞ്ചർ പ്ലസിന്റെ ലേ ഔട്ട് നല്ല ഭംഗിയുള്ള ലേ ഔട്ടാണ്. ഇത് പഴയ മോഡൽ ലേ ഔട്ട്. അപ്പൊ എന്താണ്? ഇതിന്റെ സോഫ്റ്റ്വെയറിൽ എവിടെയോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അഡ്വഞ്ചർ പ്ലസിലും സ്മാർട്ട് പ്ലസിലും ഉപയോഗിച്ച സോഫ്റ്റ്വെയർ അല്ല പിന്നെ എംബേർഡ് പ്ലസിൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഫുൾ ഓപ്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ശരിയാണ്, നല്ല ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് ഹാരിയറിലെയോ അല്ലെങ്കിൽ പിന്നെ കർവിലെയോ സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആ ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ്. അപ്ഡേഷൻ നടന്നിട്ടില്ല. പഴയ അപ്ഡേഷൻ നിൽക്കുന്നത്, പുതിയ അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. അഡ്വഞ്ചർ പ്ലസിലും സ്മാർട്ട് പ്ലസിലും പുതിയ സോഫ്റ്റ്വെയർ ആയിരിക്കാം. അതുകൊണ്ട് അതിൽ ഈ ഒരു മാറ്റം അതിൽ കിട്ടുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റം ഒന്ന് അതാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസം ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ഒരു കുറവ്, ഫുൾ ഓപ്ഷനിൽ ഒരു കുറവാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഈ വണ്ടിയുടെ ഈ പാനൽ, ഡാഷ്ബോർഡിലെ ഈ പാനലിൽ ഇവിടെ ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗണ്ണ് ഊരാനുള്ളതാണ്. ഇത് നെക്കി കഴിഞ്ഞാൽ
ഒരു സൗണ്ടും ഇല്ല, യാതൊരു സൗണ്ടും ഇല്ല. ഇതൊന്നും ഏത് നെക്കിയാലും ഒരു സൗണ്ടും ഇല്ല. എന്നാൽ ഇതേ സംഭവം നമ്മൾ മറ്റേ ഇതിൻ്റെ താഴെയുള്ള ഓപ്ഷനായ സ്മാർട്ട് പ്ലസ് സ്മാർട്ടിലും അഡ്വഞ്ചറിലും നെക്കിയാൽ ബീപ്പ് സൗണ്ട് ഉണ്ട്. ഞാൻ കേൾപ്പിക്കാം, വീഡിയോ കേൾപ്പിക്കാം, ബീപ്പ് സൗണ്ട് ഉണ്ട്. ഇതിനാ ബീപ്പ് സൗണ്ട് ഇല്ല. This Tata Panjeevi Smart Plus variant. So when we click on this button, there is a feedback sound. So let me press those buttons one by one. ഇവിടെ ഇതൊന്നും നമ്മളെങ്ങാനും ഇതൊന്നും അടിയിക്ക് ഇങ്ങനെ പിന്നെ AC യുടെ ഇത് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിന് കൈ തട്ടാം, നമ്മളറിയില്ല. ഇത് ഓഫ് ആവാം, നമ്മളറിയുന്നില്ല. എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഡിക്ക് തുറക്കാനുള്ള സംഭവം 3നും ഇല്ല കേട്ടോ, ഒരു ഓപ്ഷനും ഇല്ല. പഴയ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ, പുതിയ വണ്ടിക്ക് ഈ സംഭവം തന്നെ ഇല്ല. കൈ തട്ടും വിചാരിച്ചിട്ട് ഒഴിവാക്കിയിട്ടുള്ളത്. ഇതിലൊക്കെ സൗണ്ടുള്ള ഒരൊറ്റ സൗണ്ട് വരുന്നില്ല. എന്നാൽ ഈ സൗണ്ടൊക്കെ ഏത് കിട്ടുന്നുണ്ട്? ഇതിന്റെ താഴെയുള്ള ഓപ്ഷൻസിൽ കിട്ടുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം. ഫുൾ ഓപ്ഷൻ ഒന്നുമില്ല. ബേസിക്കിനും അതിന്റെ മേലുള്ള സെൻട്രൽ ഓപ്ഷനും ഇതൊക്കെ ഉണ്ട്. ഈ സൗകര്യമൊക്കെ കൊടുക്കുന്നുണ്ട്. ഫുൾ ഓപ്ഷന് എക്സ്ട്രാ തരുന്ന സാധനം സീറ്റ് വെന്റിലേഷൻ ആണ്. സീറ്റ് വെന്റിലേഷൻ. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? സീറ്റ് വെന്റിലേഷൻ ഉണ്ട്, ഇരിക്കുന്ന സീറ്റിന് മാത്രം നല്ല വെന്റിലേഷനാണ്. ചാരുന്നതിന് വെന്റിലേഷൻ പറ്റ കുറവാണ്. ഇതും വ്യത്യാസം ഉണ്ടെങ്കിൽ മറ്റ് പിന്നെ യൂസേഴ്സ് പറയട്ടെ, എൻ്റെ വണ്ടിക്ക് നല്ല സീറ്റ് വെന്റിലേഷൻ ഉണ്ട് പറയട്ടെ. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുടെ അഭിപ്രായമാണ് സീറ്റ് വെന്റിലേഷൻ ഈ ചാരുന്നതിന് തീരില്ല, ഇരിക്കുന്നതിന് ഓക്കെയാണ്, നല്ല വെന്റിലേഷൻ ഉണ്ട്. പരാതി ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയും. അതല്ലാതെ നുണ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ വീഡിയോ ചെയ്യുന്ന ഒരാളും എന്നെ പൈസ എന്നിട്ടോ പ്രൊമോഷനോ ഞാൻ വീഡിയോ ചെയ്യുന്നില്ല. എൻ്റെ അനുഭവങ്ങളും എൻ്റെ അറിവുകളും മാത്രമാണ് എൻ്റെ വീഡിയോ. ഇത് പഞ്ച് ശരിക്ക് പിന്നെ കസ്റ്റമേഴ്സിനെ പറ്റിക്കണം. ടാറ്റ ഫുൾ ഓപ്ഷൻ തന്നിട്ട് ഈ ഓപ്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് പറ്റിക്കുക. പിന്നെ ഒന്നുള്ളത് ഒരു കോമൺ പരാതിയാണ് ഇതിൻ്റെ കൂടെ പറയും. നമ്മൾ ഈ ഓക്സിലറി ബാറ്ററി 12 വാട്ടിൻ്റെ ബാറ്ററി അത് ഇടയ്ക്കിടയ്ക്ക് വണ്ടിയിൽ നമ്മൾ ഈ USB കുത്തി കഴിഞ്ഞാൽ ലോ എൻ്റെ വണ്ടിക്ക് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ, പക്ഷെ കുറേ വണ്ടികൾക്ക് വരുന്നുണ്ട്. ലോ ബാറ്ററി കാണിക്കുന്നു. പിന്നെ ഓപ്ഷൻ എന്താ അറിയോ? വണ്ടി ഒന്നെങ്കിൽ ഓഫാക്കി ഓണാക്കിയാൽ ചിലപ്പോൾ ശരിയാവുന്നുണ്ട്, 2 മിനിറ്റ് നിർത്തി ഓണാക്കിയാൽ ശരിയാവുന്നുണ്ട്. അല്ലെങ്കിൽ ബാറ്ററിൻ്റെ കേബിളൊന്ന് കണക്ട് എടുത്ത് രണ്ടാമത് വെച്ചാൽ അത് ശരിയാവുന്നുണ്ട്. പക്ഷേ ടാറ്റ ശ്രദ്ധിക്കാൻ പറയാണ്, മിക്ക വണ്ടികൾക്കും ആ ഒരു ഓക്സിലറി ബാറ്ററിയുടെ ലോ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഫുൾ ഓപ്ഷൻ വണ്ടിയിലാണ് ഫുൾ ഓപ്ഷൻ എടുത്ത ആളുകൾക്ക് ഞാനെടുത്ത് ഇത്രയും പൈസ കൂട്ടിക്കൊടുത്ത് ഫുൾ ഓപ്ഷൻ എടുത്തതാണല്ലോ എന്ന് സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് താഴെയുള്ള ഓപ്ഷൻ പൈസ കുറച്ച് താഴെയുള്ള ഓപ്ഷൻ എടുത്ത ആളുകൾ പറയുന്നത് ഞങ്ങളുടെ വണ്ടിക്ക് ഇന്ന സൗകര്യമൊക്കെ ഉണ്ട്, നിങ്ങളിതിനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഫുൾ ഓപ്ഷൻ എടുത്ത ആൾക്കാരെ മനസ്സിലെന്താ വരുന്നത്? എന്തിന് ഫുൾ ഓപ്ഷൻ എടുത്തു? ഈ ഒരു സീറ്റ് വെന്റിലേറ്ററും ഈ ഒരു സാധനം കണ്ടിട്ടാണ് ഫുൾ ഓപ്ഷൻ എടുത്തത് അല്ലേ? ആ ആളുകളെ പറ്റിക്കുന്ന തരത്തിൽ അതിന്റെ സോഫ്റ്റ്വെയർ പഴയ സോഫ്റ്റ്വെയർ, അത് ഹാരിയറിന്റെ ആണോ ഏതിന്റെ വണ്ടി സംശയമുണ്ട്. എന്തായാലും ആ സോഫ്റ്റ്വെയർ രണ്ടാണെന്ന് ഉറപ്പാണ്, അല്ലെങ്കിൽ ഒരിക്കലും വരില്ല. അപ്പം അതുകൊണ്ട് ഇത് ടാറ്റ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ പരിഹാരം കാണണം. ഞങ്ങളുടെ BCUവിലെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തി തരണം. അതേപോലെ പറയേണ്ട ഒരു കാര്യം കൂടെയാണ്, ചില വണ്ടികൾക്ക് പഞ്ചീവിയുടെ പുതിയ ഓപ്ഷൻ 3നും എല്ലാ വണ്ടിയിലും ചില വണ്ടികൾക്ക് ഗ്രൂപ്പിൽ കുറേ ആളുകൾ പറഞ്ഞ പരാതിയാണ്, അവർ എപ്പോൾ ചാർജ് ചെയ്താലും അവരുടെ റേഞ്ച് 290 ഉള്ളിലേ കാണിക്കുന്നു. 290 മാക്സിമം, അതിൻ്റെ 98, അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. എന്നാൽ റണ്ണിങ്ങിൽ 350 360 കിട്ടുന്നുണ്ട് ആ വണ്ടിക്ക്. പക്ഷെ എത്ര ചാർജ് ചെയ്താലും എപ്പോൾ ചാർജ് ചെയ്താലും എങ്ങനെ AC ഇട്ട് ഓടിച്ചാലും അതിൽ കാണിക്കുന്നത് 290 കാണിക്കുള്ളൂ. അത് പഴയ പഞ്ചീവിൻ്റെ റേഞ്ച് ആണോ സംശയമുണ്ട്, അല്ലാതെ എന്തുകൊണ്ടാണ് കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പം അതും ഒന്ന് ടാറ്റയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കുറേ വണ്ടികൾക്ക് റേഞ്ച് കാണിക്കുന്നത്, ഫുൾ ചാർജിൽ റേഞ്ച് കാണിക്കുന്നത് 290 എന്നാൽ റണ്ണിങ്ങിൽ കിട്ടുന്നത് തന്നെ മേലെയാണ്. അതൊന്ന് പരിഹരിക്കേണ്ടതുണ്ട്. ഇത് എന്താണ് അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യേണ്ടതെന്ന് ടാറ്റ ഒന്ന് പരിഗണിക്കണം. അപ്പം ഇത് ടാറ്റ ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടത്തി തരണം. അതല്ല ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ പാടില്ലല്ലോ. EV വണ്ടികൾക്ക് പെർസെൻറ്റേജ് കാണിക്കണ്ടേ, ഞങ്ങളിതിനും കാണിക്കണ്ടേ? അല്ല അഡ്വഞ്ചറിനും സ്മാർട്ടിനുള്ള ഓപ്ഷൻ ഇതിന് കിട്ടുന്നില്ല. അവർക്ക് പുതിയ സോഫ്റ്റ്വെയർ കൊടുത്തു, എംബേർഡിന് പഴയ സോഫ്റ്റ്വെയർ ആണോ? അപ്പം അത് ടാറ്റ പരിഹാരം കാണണം. ഇനി ഞാനീ പറഞ്ഞത് തെറ്റാണെങ്കിൽ, ഞാനീ പറഞ്ഞത് ഞങ്ങളുടെ എവിടെയെങ്കിലും മിസ്റ്റേക്ക്, ആ വണ്ടിയുടെ സെറ്റിങ്സിൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അത് പറഞ്ഞു തരണം.
സർവീസ് സെന്ററിന്നോ അല്ലെങ്കിൽ ടാറ്റയോ പറഞ്ഞു തരട്ടെ, മെയിൽ അയച്ചു തരട്ടെ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യട്ടെ, നിങ്ങളുടെ വണ്ടിയിൽ ഇന്ന സാധനം ചെയ്താൽ ശരിയാവും എന്ന് പറയട്ടെ. അപ്പം അതുകൊണ്ട് ഇത് ഞങ്ങളുടെ മിസ്റ്റേക്ക് ആണെങ്കിൽ, വണ്ടിയിൽ ടാറ്റ ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നില്ല. കിട്ടണമെങ്കിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു തരണം. അപ്ഡേഷൻ ചെയ്തു തരണം, സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്ത് തരണം. അപ്പം അതുകൊണ്ട് ഈ എംപവേർഡ് പ്ലസ് എസിൻ്റെ കസ്റ്റമേഴ്സിനെ ഇത്ര നിരാശപ്പെടുത്തരുത്. ഞങ്ങളുടെ താഴെയുള്ള കാറ്റഗറി കിട്ടുന്ന എല്ലാ ഓപ്ഷനും അതിൽ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിയ ഞങ്ങൾക്കും കിട്ടണം. അതിനുള്ള കാര്യം ടാറ്റ എത്രയും പെട്ടെന്ന് ചെയ്തു തരണം. ഇതൊരു പരാതിയാണ്. ഇത് എംപവേർഡ് പ്ലസ് ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ഫുൾ ഓപ്ഷൻ ഒഴിവായിക്കളെ. എന്തിനാ എംപവേർഡ് പ്ലസിന്റെ ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്നത്? അതിന്റെ പേര് അതിന്റെ ഫുൾ ഓപ്ഷൻ എന്ന് പറയണ്ട, അതിന്റെ മേലെ വേറെ ഓപ്ഷൻ ഇറക്കി കളി. എന്തായാലും ഈ ഒരു കംപ്ലൈന്റ് ടാറ്റ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് തരണം എന്നാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്.